ഞാനിന്ന് വന്നിരിക്കുന്ന കുറച്ച് കാര്യം പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടല്ലേ, വീട്ടിലുണ്ടോ, കുടുംബത്തിലുണ്ടോ, ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ, നിങ്ങളൊന്ന് പറയാം കേട്ടോ. ഞാൻ ഇന്ന് പറയാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താലും നെഗറ്റീവ് പറയുന്നവരെ പറ്റിയിട്ടാണ്. അപ്പം നെഗറ്റീവ് പറയുന്നത് പറഞ്ഞോട്ടെ, അത് പ്രശ്നമല്ല. പക്ഷെ അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അടുത്ത് പറയണം കേട്ടോ. അപ്പം പിന്നെ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നമ്മളിപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു നിലപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചെന്തെങ്കിൽ രണ്ടാമത് അങ്ങോട്ടൊരു വാക്ക് പറഞ്ഞാൽ നമ്മൾ അഹങ്കാരിയാവും. അങ്ങനത്തെ ആൾക്കാരാണ് ഇപ്പോഴത്തെ കാലത്തുള്ളത്. കുറേ കാലത്ത് എന്നല്ല, ഇപ്പോൾ കുറേ വെട്ടം വെളിച്ചം വരാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങോട്ടൊന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചൊരു രണ്ട് വർത്താനം അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായാലും ശരി ശരിയായാലും ശരി തെറ്റ് കാണുന്നവരും നമ്മുടെ സമൂഹത്തിൽ കൂടുതലുള്ളത്. അപ്പം അതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ, അതിനെ പറ്റിയിട്ട് എന്നല്ല, ഈ നെഗറ്റീവ് പറയുന്നവരെ പറ്റിയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പം വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണേ. ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യമല്ല, കുറച്ച് കാര്യമുണ്ട്. എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പുതിയതായിട്ട് യൂട്യൂബ് തുടങ്ങിയവർക്ക് എന്നല്ല, എല്ലാവർക്കും നേരിടുന്ന ഒരു പ്രശ്നമാണ്. കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമുള്ള കുറേ ആൾക്കാരുണ്ടാവില്ല നമ്മുടെ സമൂഹത്തിൽ എന്നല്ല. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസമല്ല, അത് ഇട്ടിട്ട് ഇപ്പോൾ കുറച്ചായി. പക്ഷെ അതിപ്പോൾ കുറച്ചൊരു 4K ഒക്കെ ആയത് ഈ അടുത്താണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കമൻസ് പോയി നോക്കിയാൽ അറിയാം. കുറേ ആളിത് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, അല്ലെങ്കിൽ എന്താ അക്കൗണ്ടിലുള്ള പൈസ പോകാതെ നോക്കിക്കോ, അങ്ങനെയൊക്കെ വല്ല പണിയെടുത്ത് ജീവിച്ചൂടെ. അത് ഞാൻ ലൈവ് പോയപ്പോൾ വന്നാൽ കേട്ടോ. ആ വീഡിയോൻ്റെ അടിയിൽ പോയി നോക്കിയാൽ അറിയാം എന്തൊക്കെ കമൻറ്റാണ് വന്നിട്ടുള്ളതെന്നും. നല്ല കമൻറ്റ് ഇട്ടവരുണ്ട് കേട്ടോ, ഇല്ലാന്നില്ല. അപ്പം ഇങ്ങനെ കമൻറ്റ് ഇടുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ എത്ര വലിയ യൂട്യൂബർ ആണെങ്കിൽ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് റീച്ചിന് വേണ്ടി തന്നെയാണ്, അല്ല ഞാൻ പറയുന്നില്ല. റീച്ച് കിട്ടാൻ വേണ്ടി അല്ലാതെ വേറെ ഒരാൾക്ക് യൂട്യൂബിൽ വീഡിയോ ഇടേണ്ട ആവശ്യമുണ്ടോ, വെറുതെ ഇടേണ്ട ആവശ്യമുണ്ടോ? അത് അങ്ങനെയുള്ളവരുണ്ടാവും. അത്രയും പൈസ ഉള്ളവർക്കൊക്കെ റീച്ചില്ലെങ്കിൽ റീച്ചിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. എന്നാൽ പോലും എല്ലാവരും റീച്ച് കിട്ടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പം ഞാനും റീച്ചിന് വേണ്ടി തന്നെയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. പക്ഷേങ്കിൽ അത് എൻ്റെ ഇതാണ്. മറ്റുള്ളവരെ എന്ത് ടൈപ്പ് ഓഫ് വീഡിയോ ഇടണം നമ്മളെ ഇഷ്ടമാണ്. അപ്പം നമ്മളിടുന്ന വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ആവുന്നുണ്ടെങ്കിൽ അത് അത്രയും നല്ല കാര്യമല്ലേ, ഞാൻ ചിന്തിച്ചിട്ടാണ് അങ്ങനത്തെ ആ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിനെക്കൊണ്ട് എത്ര പേർക്ക് ഉപകാരമായി എന്നുള്ളത് ആ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് പോയി നോക്കിയാൽ അറിയാം. 4K കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ആ വീഡിയോ. അപ്പം ആ വീഡിയോൻ്റെ ഇടയിൽ ഇഷ്ടം പോലെ കമൻ്റ് ഉണ്ട്, നല്ല കമൻറ്റുകളുണ്ട്. എനിക്ക് പറ്റിയ പോലെ തന്നെയുള്ള അബദ്ധങ്ങൾ പറ്റിയവരുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞവരും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരെ ഇഷ്ടമാണ്, അത് കാണണോ വേണ്ടയോ. നമ്മളിപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് വീഡിയോ ഇടുന്നു, അത് കാണണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അത് ബാക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ. അപ്പം എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ലൈവൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ അത് ഓരോരുത്തർ വന്ന് പറയും, നെഗറ്റീവ് ഇല്ലാത്തത് ഉണ്ടാവില്ല. അപ്പം ഓരോരുത്തർ വന്ന് പറയും, അപ്പം എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചൂടെ, അങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു പണിയും കൂലി ഇല്ലാത്ത ആളൊന്നുമല്ല. ഞാൻ നല്ല മര്യാദയ്ക്ക് പഠിച്ചിട്ട് എനിക്ക് ആ മര്യാദയ്ക്ക് ജോലി ഉണ്ടായിരുന്നു. ഞാൻ 4-5 വർഷം ജോലിയും ചെയ്ത ഒരാളാണ്. ഞാൻ ഡെൻ്റൽ ടെക്നീഷ്യനാണ്. അത് അത്ര വലിയ ജോലി അല്ലെങ്കിലും എനിക്ക് നിലനിൽക്കാനുള്ളൊരു പൈസ അതൊന്നും എനിക്ക് കിട്ടും. ജോലിക്ക് ഏത് സമയത്ത് പോയാലും എനിക്ക് അതൊന്ന് പൈസ കിട്ടും. എനിക്ക് പഠിച്ച് സർട്ടിഫിക്കറ്റ് ഉള്ളൊരു ജോലിയുണ്ട്. അതുകൊണ്ട് എനിക്ക് ആരെയും പേടിക്കാനില്ല. ഈ യൂട്യൂബ് അല്ലെങ്കിൽ എനിക്ക് വേറെ ജോലിക്ക് പോകാൻ പറ്റും. ഇനി ആ ജോലി അല്ലെങ്കിൽ എന്താ വേറൊരു കൂലിപ്പണിക്ക് പോയിട്ട് ജീവിക്കാൻ പറ്റാത്ത മനുഷ്യന്മാരുണ്ടോ? പറ്റും. എന്തുകൊണ്ട് പറ്റൂല? എല്ലാവർക്കും പറ്റും. അപ്പം ജോലിക്ക് പോയിക്കൂടെ എന്നൊക്കെ പറയുന്നവർക്കാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മര്യാദയ്ക്ക് ജോലിയുണ്ട്, ഏത് സമയത്തും പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. എനിക്കൊരു മോനുണ്ട്, 2.5 വയസ്സായിട്ടേ ഉള്ളൂ. അവനെ നോക്കാൻ ഇവിടെ വേറെ ആരുമില്ല. അത് ഞങ്ങളുടെ തെറ്റുകൊണ്ടോ കുറ്റം കൊണ്ടോ ഒന്നുമല്ല. നമുക്കിവിടെ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അല്ലാതെ കണ്ണൻ്റെ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ അമ്മയോ അച്ഛനോ അവർക്കൊന്നും വന്ന് നിൽക്കാൻ പറ്റിയ അവസ്ഥയല്ല. കാരണം ഞങ്ങൾ അത്ര ദൂരെയാണുള്ളത്. അതുകൊണ്ട് പിന്നെ ആർക്കും വന്ന് നിൽക്കാൻ പറ്റില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടീനെ ആക്കി നമുക്ക് ജോലിക്ക് പോകാം. എനിക്ക് പിന്നെ പ്ലേ സ്കൂളിലോ അല്ലെങ്കിൽ ഡേ കെയറിലൊന്നും വിട്ട് എൻ്റെ മോനെ എനിക്ക് ഡേ കെയറിലോ അല്ലെങ്കിൽ പ്ലേ സ്കൂളോ അങ്ങനെയൊന്നും വിട്ടിട്ട് എനിക്ക് ജോലിക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. അതൊരു കാര്യമാണ്. അങ്ങനെ ചോദിക്കുന്നവർക്ക് വേണ്ടി കുറേ പേര് ഇപ്പോൾ ഡേ കെയറിലൊക്കെ വിട്ടിട്ട് ഹസ്ബൻഡും വൈഫും ജോലിക്ക് പോകുന്നവരുണ്ടാവും. എനിക്ക് അതിന് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ വിടാത്തത്. പിന്നെ അതിനിപ്പോൾ അംഗനവാടി പോകാൻ തുടങ്ങുമ്പം എനിക്ക് പറ്റിയാൽ ഞാൻ എന്തെങ്കിലും ഒരു ജോലിക്ക് പോകും. ഇനിയിപ്പോൾ ഡെൻ്റൽ ടെക്നീഷ്യൻ ലാബ് ഇവിടെ അടുത്തൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പോകാതിരുന്നത്. ഇനിയിപ്പോൾ പോകാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ജോലിക്ക് ഞാൻ പോകും. അല്ലെങ്കിൽ ഡെൻ്റൽ ടെക്നീഷ്യൻ എവിടെയുണ്ടോ അവിടെ ഞാൻ പോവില്ല ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ പണിയെടുത്തിട്ട് ഞാൻ ജീവിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ പിന്നെ യൂട്യൂബ് ക്ലിക്കായി ഞാൻ ജോലിക്ക് പോയില്ല എന്നും വരും. അത് എൻ്റെ ഇഷ്ടമാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിനിപ്പോൾ ആരെയും ഒന്നും പറയേണ്ട ഒരു ആവശ്യവുമില്ല.
പിന്നെ ഇപ്പം എല്ലാവർക്കും തന്നെ അറിയുന്നതായിരിക്കും, എന്തൊരു കാര്യം ചെയ്താലും അതിന് നെഗറ്റീവ് മാത്രം കാണുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഈ സമൂഹത്തിൽ പല കൈൻഡ് ഓഫ് പീപ്പിൾസ് ഉണ്ടല്ലോ, അവരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലത് പറയുന്നവരാണെങ്കിൽ അവരെന്ത് കണ്ടാലും നല്ലത് പറയും, കെട്ടത് പറയുന്നവരാണെങ്കിൽ എന്ത് നല്ലത് ചെയ്താലും അവർ കെട്ടത് മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെവരോടൊന്നും എനിക്കൊന്നും പറയാനില്ല. പിന്നെ കുറേ പേര് നമ്മളടുത്ത് ചിരിച്ചു നിന്നിട്ട്, അത് നമ്മൾ അത്ര അടുത്ത കുടുംബം അത്ര ഇതാകെ, അതിപ്പോൾ ഈ വീഡിയോ കാണുന്നതിലൂടെ അവർക്കത് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നേരിട്ട് പറയാനുള്ള ഒരു ഇത് എനിക്കില്ല, അങ്ങനെ എനിക്ക് പറയേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം ഈ വീഡിയോ ഇനി എന്നെ നെഗറ്റീവ് കമൻറ്റ് ഇട്ടവർക്കും ലൈവിൽ വരുമ്പോൾ നെഗറ്റീവ് പറയുന്നവരും ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്നറിഞ്ഞോ, എനിക്ക് ജോലിയുണ്ട്. പിന്നെ നിങ്ങളേത് എന്ത് പറഞ്ഞാലും എനിക്കൊരു കുന്തവും ഇല്ല. ഞാൻ എൻ്റെ പണിയാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയതുകൊണ്ട് ആർക്കും ഒരു നഷ്ടമില്ല. പിന്നെ എൻ്റെ കെട്ടിയവന് കുഴപ്പമില്ലാത്തടത്തോളം കാലം എനിക്ക് ഒരാളെയും പേടിയുമില്ല. അത് വേറെ കാര്യം. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അത് എന്ത് ഫ്ലോപ്പായി പോയാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. അതിപ്പോൾ വേറെ ആർക്കും അതിനെ കൊണ്ടൊരു ബുദ്ധിമുട്ടില്ല, ഉണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുള്ളൂ. അപ്പം ഇത് യൂട്യൂബ് എന്ന് പറയുന്നതും ജോലി ഇല്ലാത്തവർക്ക് ചെയ്യുന്ന ജോലിയൊന്നും അല്ല, അതിന് അത്ര ബുദ്ധിമുട്ടുണ്ട്. അതിപ്പോൾ യൂട്യൂബ് തുടങ്ങി ഓരോരുത്തർക്കും അറിയാൻ പറ്റുമായിരിക്കും യൂട്യൂബ് കൊണ്ട് എത്രത്തോളം റിസ്ക് എടുത്തിട്ടാണ് ഓരോ വീഡിയോ ഇടുന്നത്. അത് വെറുതെ എടുത്തിട്ട് അങ്ങ് ഇട്ടിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചോണ്ടോ അവർ നമുക്ക് പൈസ തരില്ല. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അത്രയും അടുത്തുള്ള ആൾക്കാർ മറ്റുള്ളവരുടെ അടുത്ത് നമ്മളെ പോയിട്ട് അവൾ യൂട്യൂബിൽ ഇപ്പോൾ ഭയങ്കര കളിയാണല്ലോ, അങ്ങനത്തെ രീതിയിലുള്ള വർത്താനം ഉണ്ടല്ലോ, അത് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കേ ഉള്ളൂ. ആരെന്ത് പറഞ്ഞെന്ന് വെച്ചിട്ട് ഞാൻ യൂട്യൂബ് നിർത്താൻ പോകുന്നില്ല. അത് എൻ്റെ ഇഷ്ടമാണ്. ഞാൻ എന്ത് ചെയ്യണം, ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. പിന്നെ എൻ്റെ കെട്ടിയവൻ്റെ അനുവാദം ഉണ്ടെങ്കിൽ എനിക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാൻ. പിന്നെ യൂട്യൂബ് തുടങ്ങിയ ആൾക്കാരോടാണെങ്കിൽ ആരും പറയുന്നതായിട്ട് തളരാൻ നിൽക്കണ്ട. എനിക്കിങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് നല്ല ദേഷ്യമാണ് വരുന്നത്. എനിക്ക് തളർച്ച എന്ന് പറഞ്ഞ സംഭവം എനിക്ക് വരില്ല. കാരണം എനിക്ക് നെഗറ്റീവ് പറയുന്നവരോട് എൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ തിരിച്ചു പറയുള്ളൂ. എനിക്ക് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡാണ് എനിക്കുള്ളത്. പിന്നെ ആരെയും മുഖത്ത് നോക്കിയൊന്നും പറയണ്ട എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത്ര അടുത്തറിയുന്നവരോട് ഞാനൊന്നും പറയാത്തത്. അപ്പം ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുന്തവും ഇല്ല. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ അനുഭവങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ.